ഇറ്റ്സ് മീ സബിത ചാൾസ് ഫ്രം പോത്തുരാൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ട് കളറിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ്. ഫാബ്രിക് ക്യാമ്പ്രിക്കിലാണ് കേട്ടോ. 60s by 60s ആയിട്ടുള്ള ക്യാമ്പ്രിക് ഫാബ്രിക് ആണ്. 119 ആണ് ഇതിൻ്റെ പ്രൈസ്. 119 രൂപ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ്. കുറച്ച് ഡാർക്കും അതുപോലെ തന്നെ ചില കളേഴ്സൊക്കെ കുറച്ച് ബ്രൈറ്റും ആയിട്ടുള്ള കളറാണ്. അപ്പോൾ ലൈറ്റ് കളർ കണ്ടും അടുത്തെന്ന് പറഞ്ഞവർക്കൊക്കെ നല്ലൊരു ചോയ്സ് തന്നെയാണിത്. നമ്മളിൽ എപ്പോഴും ചെയ്യുന്ന ആ ഒരു ക്യാമ്പ്രിക് ഫാബ്രിക് ആണ് കേട്ടോ. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളതൊരു ബ്ലൂ ഷെയ്ഡിലാണ്. നേവി ബ്ലൂ അല്ല, ഒരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇത് ഒത്തിരി ബ്രൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഡാർക്ക് എന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന പോലത്തെ ഒരു കളറാണ്. ലൈറ്റ് അല്ല, അതുപോലെ തന്നെ ഡാർക്കും അല്ല. നമുക്കൊരു ലൈറ്റ് ടോണിലേക്കല്ല ഇത് പോകുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. ബൂട്ട തന്നെയാണ്, ഫ്ലോറൽ പാറ്റേണിലുള്ള ബൂട്ടയാണ്. റെഡ് കളറും അതുപോലെ തന്നെ ഒരു ചിക്കു ഷെയ്ഡും കൂടെ ആയിട്ടുള്ള പ്രിൻ്റാണ് അതിനകത്ത് ബൂട്ട പോലെ പോകുന്നത്. ഇതിനകത്ത് ബോർഡർ ഒന്നും വരുന്നില്ല കേട്ടോ. 44 ഇഞ്ച് വിഡ്ത്തിൽ 119 തന്നെയാണ്. ഇത് നമുക്ക് ലൈനിങ് ഇല്ലാതെ ചെയ്ത് യൂസ് ചെയ്യാം. ക്യാമ്പ്രിക് ആയതുകൊണ്ട് ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലുള്ള കോട്ടൺ ആണ് കേട്ടോ. നമ്മുടെ ക്യാമ്പ്രിക് ഫാബ്രിക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാലോ, ആ ഒരു ഫാബ്രിക് തന്നെയാണ്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് റെഡ് കളറാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു റെഡ് കളറാണ്. ഈ ബ്രൈറ്റ് കളർ വേണം അങ്ങനെ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണിത്. ഇതിനകത്ത് പോയിട്ടുള്ളത് യെല്ലോയും ഗ്രീനും കൂടെ ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ ഒരു പാർട്ടിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെ. ഇതെല്ലാം സ്ക്രീൻ പ്രിൻറ്റിലുള്ളതാണ് കേട്ടോ. 44 ഇഞ്ച് വിഡ്ത്തിൽ സ്ക്രീൻ പ്രിൻറ്റിലുള്ള ക്യാമ്പ്രിക്കിലുള്ള റണ്ണിങ് ഫാബ്രിക്കാണ്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. ഞാൻ ഇതിൻ്റെ നല്ല ഭാഗം കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ നല്ല ഭാഗം വരുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു റെഡ് കളറാണ്. ഒരു ബ്ലഡ് റെഡിൻ്റെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ടോണാണ്. കളറിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ക്യാമ്പ്രിക് ആയതുകൊണ്ട്. പിന്നെയും ചെറിയ ലൈറ്റ് ഷെയ്ഡിലേക്ക് പോകുമ്പോഴാണ് ഞാൻ സ്ലിപ്സൊക്കെ യൂസ് ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. ഇതിനകത്ത് ബോർഡർ ഇല്ലാണ്ടാണ് വരുന്നത് കേട്ടോ. യെല്ലോയും ഗ്രീനും റെഡും കൂടെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നമുക്കിത് ഡിസൈനർ കുർത്തിയൊക്കെ പോലെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഫ്രോക്ക് മോഡലിലുള്ള കുർത്തിയൊക്കെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളതും ഒരു ബ്ലൂവിൻ്റെ തന്നെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ടോണാണ്. ഇതിനകത്ത് ബ്രൗണും ഗ്രീനും കൂടെ ആയിട്ടുള്ള കളറിലാണ് ഇതിനകത്തുള്ള പ്രിൻ്റ് പോകുന്നത്. എല്ലാം തന്നെ പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്. ഇങ്ങനത്തെ ഒരു ബൂട്ട പോലത്തെ പാറ്റേണിലാണ് ഇതിനകത്തുള്ള പ്രിൻ്റൊക്കെ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. അത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ നമുക്ക് വരുന്നത്. കുറച്ചും കൂടെ നമുക്ക് കളറൊക്കെ എടുത്ത് കാണിക്കണം, എടുത്ത് തോന്നിക്കണം, അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ട റെഡും അതുപോലെ തന്നെ ബ്ലൂവും. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് റെഡ് കളറിൻ്റെ ഒരു ഷെയ്ഡിലാണ്. ഇത് വന്നിട്ടുള്ളത് ഒരു ഫയർ ബ്രിക്കിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ, ഒരു ബ്രിക്ക് റെഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിലേക്കാണ് ഇത് പോകുന്നത്. ഇത് നമ്മൾ അജ്രക് ഡിസൈനിലൊക്കെ കുറേ ഈ ഒരു കളർ കൊണ്ടുവരാറുണ്ട്. ഇതും ബൂട്ട പോലെ തന്നെ പ്ലാന്റിൻ്റെ ഒരു പാർട്ടാണ്. ഈ ജയ്പൂർ കോട്ടൺ ആകുമ്പോൾ അധികം തന്നെ ഇങ്ങനത്തെ ഒരു ഈ പ്ലാന്റിൻ്റെയാണ് അധികം തന്നെ അവരുടെ ഡിസൈൻസ് വരുന്നത്. അതായത് ഇതൊരു സ്ക്രീൻ പ്രിൻറ്റിലുള്ളതാണ് കേട്ടോ. ഒരു ബ്ലൂവും ചിക്കു കളറിലുമുള്ള പ്രിൻറ്റുകളാണ് ഇതിനകത്ത് പോകുന്നത്. നെക്സ്റ്റ് വൺ പിന്നെയും കൊണ്ടുവന്നിട്ടത് ഞാൻ പറഞ്ഞല്ലോ ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് തന്നെയാണ്. അതിനകത്തേക്കൊരു ലാവൻഡറിൻ്റെ ഒരു കളറും ഗ്രീൻ കളറും ഒക്കെ കൂടെ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഇതിനകത്തുള്ള പ്രിൻ്റ് പോകുന്നത്. ഇതെല്ലാം പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്. 60s ആയിട്ടുള്ള ക്യാമ്പ്രിക് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഫാബ്രിക്കിൻ്റെ ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് കുറച്ചും കൂടെ പിന്നെ ഞാൻ പറയുകയാണ് കളറൊക്കെ തോന്നിക്കണം എന്നൊക്കെ, അങ്ങനെയൊക്കെയുള്ള കളർ കോമ്പിനേഷനിലേക്ക് ഇത് പോകുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള കളറല്ല, ബ്ലൂ തന്നെയാണ്. ബ്ലൂവും പെർപ്പിളും കൂടെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിനകത്ത് പോകുന്നത്. ഞാൻ വെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ഒരു കളറ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഈ പ്രിൻറ്റ് നമുക്ക് ആക്ച്വലി മുകളിലോട്ട് വരുന്ന പോലെ ചെയ്യാം. ഫോൾഡിങ്ങിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അത് താഴേക്ക് പോകുന്ന പോലെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ടത് ക്യാമ്പ്രിക്കിലുള്ള റണ്ണിങ് ഫാബ്രിക് ആയിരുന്നു. ക്യാമ്പ്രിക് എന്ന് പറയുമ്പോൾ ക്യാമ്പ്രിക് യൂസ് ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പോകുന്നവർക്ക് ഡൗട്ട് ഉണ്ടാകാം. കൈ കിട്ടിക്കഴിയുമ്പോൾ ഇത് പോളിസ്റ്റർ ആണോ പോളിസ്റ്റർ കോട്ടൺ ആണോ എന്നൊക്കെ. ഇത് ക്യാമ്പ്രിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒത്തിരി ക്യാമ്പ്രിക് ലവേഴ്സ് ഉണ്ട് നമുക്ക്. ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയാണെന്ന് പറയുകയാണ്. ഇത് പ്യുവർ കോട്ടൺ തന്നെയാണ്, 60s by 60s ആയിട്ടുള്ള. പക്ഷേ ഇത് ക്യാമ്പ്രിക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അടുത്തിട്ടുള്ള വീവിങ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ കുറച്ച് എന്താ പറയുക, ഇതൊരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലേക്കാണ് ഈ ഫാബ്രിക് വരുന്നത് കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് ബേൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ആഷ് അതിനകത്ത് പൗഡർ ഫോമിൽ വരുന്നുണ്ടെങ്കിൽ പ്യുവർ കോട്ടൺ തന്നെയാണ്. നമ്മൾ അങ്ങനത്തെ ഫാബ്രിക് എല്ലാം പ്യുവർ കോട്ടൺ
പ്യുർ കോട്ടൺ ആയിട്ട് തന്നെയാണ് പറഞ്ഞ് ചെയ്യുന്നത്. പോളിക്കോട്ടൺ ചെയ്യാറുണ്ട്, പോളിസ്റ്റർ മിക്സ് ഉള്ള ഒരുപാട് ഫാബ്രിക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അപ്പോൾ പറയാറുണ്ട്. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ട് വാങ്ങിക്കണവരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് പിന്നെ എന്താ പറയുക തട്ടിപ്പ് നടത്തിയെന്ന് പറയരുതല്ലോ. അതുകൊണ്ട് ഇത് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർക്കും നമ്മൾ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. അങ്ങനെ വേണമെന്നുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.